സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഈ മാർക്കോ, ഞാൻ ആ സിനിമയെ ന്യായീകരിക്കുകയല്ല, അതിലെ വയലൻസിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ആ സിനിമ തമിഴ് സിനിമയാണ്, അതിവിടെ വന്നിരുന്നെങ്കിൽ ആളുകൾക്ക് ഈ പരാതി ഉണ്ടാവും. കുട്ടികൾ വഴിതെറ്റുന്ന സിനിമ കൊണ്ട് മാത്രമാണെന്ന് പറയില്ല. റേറ്റ് അവർ കൂട്ടുന്നതിനൊന്നും കുഴപ്പമില്ല, കൂട്ടുന്നതിന് ഒരു പരിധി വേണമെന്നുള്ളതേ പറയുന്നുള്ളൂ. അതായത് ആ പൈസ കളക്ട് ചെയ്യണ്ടേ. നിലവിലെ സ്ഥിതി ഒരു സിനിമ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരു സിനിമ എത്ര പൈസ കളക്ട് ചെയ്തു എന്നുള്ളത് അറിഞ്ഞാൽ എന്താണ് കുഴപ്പം? അല്ല, യുവതലമുറയിലെ താരങ്ങളും പ്രതിഫലം കൂട്ടുകയാണോ? പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ആർക്കും കുറവൊന്നുമില്ല. 2 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പൈസ കൂട്ടുകയാണ്. അപ്പോൾ താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിനെ എതിർക്കേണ്ട കാര്യമുണ്ട്. ഇവർ പൈസ മുടക്കി അല്ലല്ലോ ഇവർ സ്റ്റാറാകുന്നത്. അവർ സ്റ്റാറായപ്പം ഞാൻ മാത്രമേ എല്ലാം നിർമ്മിക്കുകയുള്ളൂ എന്ന് പറയുന്നിടത്താണ്. അല്ലാതെ താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിന് ഞങ്ങളാരും എതിര് പറഞ്ഞിട്ടില്ല. 2024 മൊത്തം നഷ്ടം എത്ര കോടിയാണ് മലയാള സിനിമയുടെ? 100 കോടി രൂപ വേണം. അമ്മ ഒരു വഴിക്ക്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വേറൊരു വഴിക്ക്. ആരുടെ ഈഗോയാണ് മുന്നിൽ? ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞു, അവർ അത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏതെങ്കിലും രീതിയിൽ മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്തു? ചീത്തപ്പേരുണ്ടാക്കാൻ സാധിച്ചു മലയാള സിനിമയ്ക്ക്. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറിയുമായ ശ്രീ ബി രാകേഷാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ബി രാകേഷ്. ഇപ്പോൾ മോസ്റ്റ് വയലൻറ്റ് ഫിലിം ഇൻ ഇന്ത്യ, അതൊരു ടാഗ് ലൈനാണ്. ശരിക്കും മോസ്റ്റ് വയലൻറ്റ് ഫിലിം ഇൻ മലയാളം എന്ന് പറയുന്നതല്ലേ കുറെ കൂടി ശരി? അതെ, മലയാളത്തിൽ വയലൻസുള്ള പടം വേറെ വന്നതായിട്ട് അറിവില്ല. ഈ മലയാള സിനിമയിൽ ഇപ്പം തന്നെ മാർക്കോ, ആ സിനിമ ചാനലുകളിൽ കാണുന്നതിനെ സെൻസർ ബോർഡ് വിലക്കി. അതോടൊപ്പം തന്നെ OTTയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അത് വിലക്കാൻ ആവശ്യപ്പെടുമെന്നും സെൻസർ ബോർഡിൻ്റെ കേരള റീജിയൻ മേധാവി അടുത്തിടെ പറയുകയുണ്ടായി. എന്ത് പറയുന്നു? അല്ല, അത് ഞങ്ങൾ ന്യായീകരിക്കുന്ന ഒരു കാര്യമല്ല. കാര്യം എന്ന് വെച്ചാൽ സെൻസർ ബോർഡ് കണ്ട് ഓക്കെ ആണ്, അതായത് അതിനൊരു നിയമാവലി ഉണ്ടല്ലോ. ആ നിയമാവലി ആണെങ്കിൽ മാത്രമല്ലേ ആ പടം പുറത്ത് വരുവുള്ളൂ. UA ആയിട്ടോ UA ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്ത് വിട്ടു. അതിൽ നിന്ന് അഡീഷനായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്താൽ മാത്രമേ പിന്നെ അത് ഇടപെടാറുള്ളൂ സാധാരണ. അല്ലാതെ അവർ പെർമിഷൻ കൊടുത്തിട്ട് പിന്നെ തെറ്റായി പോയി എന്ന് പറയുന്ന, അപ്പം ജനമല്ലല്ലോ സെൻസർ ബോർഡ്. അപ്പം അങ്ങനൊരു സെൻസർ ബോർഡ് അവരുടെ കൃത്യം യഥാസമയത്ത് നിർവഹിച്ചില്ല. ഇല്ല, എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് അത് ഇവിടെ റിജക്റ്റ് ചെയ്തിട്ട് അത് അവർ അപ്പീൽ കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് പോയത്. റിജക്റ്റ് ചെയ്തു. റിവൈസിങ് കമ്മിറ്റിയാണ് അത് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര റിവൈസിങ് കമ്മിറ്റിയാണോ അതോ ഏതാണെന്നറിയില്ല. എന്തായാലും ലോക്കൽ സെൻസറിങ് നടന്നു, റീജിയണൽ സെൻസറിങ് നടന്നില്ല, ശരിയായില്ല. അത് കഴിഞ്ഞിട്ട് അത് റിവൈസിങ് കമ്മിറ്റിക്ക് പോയെന്നാണ് എൻ്റെ അറിവ്. അവരാണ് കൊടുത്തിരിക്കുന്നത്. സിനിമയിലെ വയലൻസ്, സിനിമയിൽ പണ്ടും വയലൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും ഒരു മാരകമായ ആൾക്കാരെ തലക്കടിക്കുന്ന ഭയങ്കരമായിട്ട് ചോര ചീറ്റുന്ന രംഗങ്ങൾ കൂടുതലായി മലയാള സിനിമയിൽ വരുന്നു. താങ്കൾ ഒരു സീസൺഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? അല്ല, അത് വളരെ കൂടുതലാണെന്ന് തന്നെയാണ് കാര്യം. അത് അത്രയും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കേണ്ടത് തന്നെയാണ്. കാര്യം ഇപ്പോൾ ഇത് കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കുന്ന രീതിയിൽ, കുട്ടികൾ വഴിതെറ്റുന്ന സിനിമ കൊണ്ട് മാത്രമാണെന്ന് പറയില്ല, എങ്കിലും അതിനൊക്കെ ഉള്ള ഒരു ഇപ്പോഴത്തെ ഈ ലഹരി ഉപയോഗമൊക്കെ വളരെ കൂടുന്ന സമയത്ത് ഇത് ചിലപ്പോൾ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പണ്ടും വയലൻസ് കാണുന്ന അല്ലെങ്കിൽ വയലൻസ് ഉള്ള ഫിലിം കാണുന്ന പിള്ളേർക്കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ആകണമെന്നില്ല. അതും ലഹരിയും എല്ലാം കൂടെ ഒക്കെ ആകുമ്പോഴുള്ള ഒരു കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഉള്ളടക്കത്തിൽ ഉണ്ട്. അത് മൊത്തത്തിൽ ജനറേഷൻ മാറിയതിൻ്റെതൊക്കെ പ്രശ്നങ്ങളാണ്. ഇപ്പം സിനിമ ഞങ്ങൾ ചെയ്യുന്നത് ജനത്തിന് എങ്ങനെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ കാണുന്ന സിനിമ കാണുന്ന മുഴുവൻ യൂത്താണ്. കുറച്ച് കുട്ടികളും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ്, വളരെ ചെറുപ്പമായിട്ടുള്ള ആൾക്കാരാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, അവർക്ക് അക്രമവും ലഹരിയും ഒക്കെയാണ് വേണ്ടതെന്നുള്ള ഒരു അസംഷനിൽ മുൻവിധിയോടുകൂടി സമീപിക്കുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ? നല്ല സിനിമകൾ ഓടുന്നുണ്ടല്ലോ. ഞാനപ്പോൾ ഇത്രയും വയലൻസ് എന്നുള്ള അല്ല, അങ്ങനത്തെ കഥകൾ ഇപ്പോൾ വലിയ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നതെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ കണ്ടന്റ് വലുതായിട്ട് ഇഷ്ടപ്പെടാത്തൊരു സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ട് ഓടി. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഞാൻ എൻ്റെ മകനുമായിട്ടാണ് സിനിമയ്ക്ക് പോയത്. അപ്പം അപ്പുറത്തും ഇപ്പുറത്തും അവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്. എനിക്ക് ആ ഹ്യൂമറൊന്നും അത്ര സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ അതെനിക്ക് തോന്നുന്ന ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. കുട്ടികൾക്കത് വലിയ സംഭവങ്ങളൊന്നും വേണ്ട. മറ്റേത് നമ്മളൊരു സിനിമയിൽ എന്തെല്ലാം ട്രാക്കുണ്ട്, അത് ആ കഥ ഈ കഥ അങ്ങനെയൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുക. ഇപ്പോൾ മലയാള സിനിമയിൽ എല്ലാം പ്രധാനമായിട്ടും 100 കോടി ക്ലബിലെത്തുക
ആ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇത് പൊതുവേ കാണുന്നുണ്ട്, ആ ഒരു പ്രവണത. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ എന്നുള്ള നടൻ, അദ്ദേഹം കൂടി ഇതിലെ ഒരു നിർമ്മാതാവാണ് മാർക്കോയിൽ. അത് ആ നടനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഇപ്പം എല്ലാവർക്കും എല്ലാ രീതിയിലും ഉയർന്നു വരണമെന്നുള്ളതല്ലേ. അയാളൊരു ആർട്ടിസ്റ്റ്, അയാൾ വലിയ പൈസ വാങ്ങിക്കൊണ്ടിരുന്നില്ല. അയാളുടെ പൈസ കൂട്ടാനും മറ്റു കാര്യങ്ങളും അക്സെപ്റ്റൻസ് കിട്ടാനൊക്കെ ഉള്ള ഒരു ഇതാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അത് വേണോ ഇതാണല്ലോ, വേണ്ടാന്നുള്ളതല്ലല്ലോ. അതേസമയം തന്നെ ഉണ്ണി മുകുന്ദൻ എന്നുള്ളൊരു നടൻ ഉയർന്നു വരുന്നതിൽ എതിർപ്പുള്ള ഒരു വിഭാഗം ആൾക്കാർ ഈ സിനിമയ്ക്കെതിരെ പ്രചരണം നടത്തുന്നുണ്ട്. അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും മലയാള സിനിമയിൽ അങ്ങനെ വലുതായിട്ടൊന്നും. പിന്നെ സ്വാഭാവികമായിട്ടും ഒക്കെ നമ്മൾ മനുഷ്യരായ രീതിക്ക് കുറച്ചൊക്കെ ഒരു ഇതുണ്ടാവുമായിരിക്കും മനസ്സിൽ. അല്ലാതെ ആരും അങ്ങനെ പ്രകടിപ്പിക്കുന്നത് ആരുന്നല്ലോ. ഉണ്ണി മുകുന്ദൻ വലിയ ആളാകുന്നത് സിനിമയ്ക്ക് നല്ലതാണ്, മറ്റുള്ളവർക്കും അങ്ങനെ ദോഷമൊന്നും വരാനൊന്നുമില്ല. ഈ മാർക്കോ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുഞ്ഞുങ്ങളോടുള്ള ഉപദ്രവമുണ്ട്, ഗർഭിണിയായ സ്ത്രീയോടുള്ള ആക്രമണമുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ ഒരു മലയാളി അല്ല, മലയാളം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സാക്ഷരതയിൽ ഉയർന്നു നിൽക്കുന്ന നാടാണ്, സംസ്കാര സമ്പന്നമാണ്. അതിനെയൊക്കെ ഭയങ്കരമായിട്ട് അപഹസിക്കുന്ന ഒരു ഉള്ളടക്കമല്ലേ ഈ ചിത്രത്തിൽ? അത് തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് തന്നെയാണ്. പിന്നെ എനിക്കതിനകത്ത് പറയാനുള്ളത്, ജനം ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ഇത് ഇതിലേക്ക് കയറി കാണേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്തെങ്കിലും റോളുണ്ടോ? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ റോളൊന്നുമില്ല. അത് ഒരു പടം സെൻസർ ചെയ്തു അത് കാണിക്കുക എന്നുള്ളത്. എനിക്ക് അങ്ങനത്തെ വയലൻസ് ഉള്ള പടം എനിക്ക് ഇഷ്ടമാണ്. വയലൻസ് ഒക്കെ ആവാം, വയലൻസ് ഉള്ള പടങ്ങളൊക്കെ നല്ലതാണ്. ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എസ് എൻ സ്വാമി സാർ ഈയിടെ പറഞ്ഞതുപോലെ വയലൻസ് സിനിമയിൽ പണ്ട് കാലം പോലെ ഉണ്ട്. അത് എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അതിൻ്റെ ആളുകളിലേക്ക് എത്തുന്ന ഒരു സംഭവം. ചിത്രീകരിക്കുന്ന രീതി. ഇത് ചുമ്മാ ആളുടെ വെട്ടിക്കൊല, കൈ ഇടിച്ച് അകത്ത് കയറ്റി ഓർഗൻസ് വലിച്ച് വെളിവെക്കുക, അതും സാധ്യമല്ലാത്ത കാര്യങ്ങളും എക്സാജറേഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു, അദ്ദേഹം അടുത്തിടെ കണ്ട ഒരു പോലീസ് റിപ്പോർട്ടിൽ ഒരു സിനിമയിൽ എടാ മോനെ എന്നൊരു റൗഡി വിളിക്കുന്നത് കേട്ട് ഇപ്പം നാട്ടിലുള്ള റൗഡികൾ എടാ മോനെ എന്ന് വിളിച്ച യുവതലമുറ അതിൻ്റെ പിന്നാലെ പോകുന്നതായിട്ട് ഒരു പോലീസ് റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനും കേട്ടത്. അത് ശരിയാണെന്ന്, പോലീസ് റിപ്പോർട്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ പണ്ട് കാലം മുതലേ ശ്രീ മോഹൻലാൽ പറയുന്ന ഡയലോഗൊക്കെ എല്ലാം എത്രയോ കാലം നമ്മളൊക്കെ ചെറുപ്പത്തിലെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ആ ഡയലോഗ് ആളുകൾ പറയാറുണ്ട്. അതിപ്പോൾ ഉള്ളൊരു സംഭവമല്ല. അല്ല ഇപ്പം നന്മയ്ക്കെതിരെ പോരാടുന്ന നായകന്മാരായിരുന്നു മുമ്പെല്ലാം നമ്മുടെ സിനിമകൾ. പക്ഷേ ഇപ്പം തിന്മയുടെ കൂടെ നിൽക്കുന്ന വില്ലന്മാരാണ് നായക കഥാപാത്രങ്ങൾ. അതെ, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ മാർക്കോ തന്നെ മിഖായേൽ എന്നുള്ള സിനിമയിലുള്ള ഒരു കഥാപാത്രമാണ്. അതെ, ഇപ്പം നായകനായിട്ട് വരുന്നു. ഇനി 4 ഭാഗങ്ങൾ ഈ ചിത്രത്തിന് ഉണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം ഒരു പ്രചരണം കേട്ടു. അത് ശരിയാണോ? അറിയാമോ? അതിനെപ്പറ്റി അറിയില്ല. ഇങ്ങനെ ഞാനും ഇതിൽ വാർത്താ മാധ്യമത്തിൽ അറിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് വ്യക്തമായ അറിവില്ല അതിനെക്കുറിച്ച്. അപ്പോൾ മലയാള സിനിമയിൽ കോമഡി ചിത്രങ്ങളുടെ കാലം കഴിഞ്ഞോ? കാലം കഴിഞ്ഞില്ല. കോമഡി ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കണം അങ്ങനെ വരാത്ത. കോമഡി കോമഡിക്ക് എന്നും ഒരു ഇതുണ്ട്. അപ്പം നമ്മളും പല സിനിമ ചെയ്യാൻ വേണ്ടി പല സ്ക്രിപ്റ്റും കേൾക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരു കോമഡി നല്ല തിരക്കഥകൾ ആ രീതിയിൽ എഴുതാൻ പറ്റുന്ന ആൾക്കാരില്ലേ? കുറവാണ്. ശ്രീനിവാസനെ പോലുള്ളവരൊക്കെ സജീവമല്ലാതായതുകൊണ്ട് അല്ലേ? അതെ. ഇപ്പം എന്തായാലും ഞാൻ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ളതിലൊന്നും നമ്മളൊക്കെ വളരെ കുറച്ചായിരിക്കും കേൾക്കുന്നതെങ്കിലും അങ്ങനെ ഒരു സാധനം വന്നിട്ട് എന്തായാലും കോമഡിക്ക് സ്കോപ്പ് ഉണ്ടെന്നുള്ളവരെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു കോമഡി സ്ക്രിപ്റ്റ് കിട്ടിയാൽ എന്തായാലും ചെയ്യാനുള്ള ഒരുപാട് നല്ല സംവിധായകരുണ്ട്, അവർ ചെയ്തു തന്നെ. പക്ഷേ കോമഡി സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഇപ്പോൾ അടുത്തിടെ ഒരു സിനിമ ഉണ്ട് കോമഡി എന്ന് പറഞ്ഞ്, പക്ഷെ അതിലൊരു കോമഡിയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ ഒരു ആശയദാരിദ്ര്യം വലിയ പ്രശ്നമാണ്. തീർച്ചയായിട്ടും. ഇപ്പം ഈ നമ്മുടെ ഭാഷ മാത്രമല്ല, തെലുങ്ക്, തമിഴ്, അതിൽ നിന്ന് വരുന്ന ചിത്രങ്ങൾ, അതിലിപ്പോൾ നാനിയുടെയൊക്കെ സിനിമകളും എല്ലാം ഇതുപോലെ വയലൻസ്, വളരെ KGF ആണെങ്കിലും എല്ലാം വളരെയധികം വയലൻസാണ് കാണിക്കുന്നത്. അവ ഇവിടെ കേരളത്തിൽ ഇത് വലിയ രീതിയിൽ കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നുള്ള ഒരു സ്വാധീനമാണോ നമ്മുടെ ഭാഷയെ സ്വാധീനിച്ചത്? അതിൽ നിന്നുള്ള സ്വാധീനം തന്നെയാണ് ഇത്. അതായത് മറ്റു ഭാഷകളിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ഇത്രയും വിമർശനവുമില്ല. മറ്റു ഭാഷകളിലെ സിനിമകളിലൂടെ കണ്ടിട്ട് ഈ വിമർശനമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ മാർക്കോ, ഞാൻ ആ സിനിമയെ ന്യായീകരിക്കുകയല്ല, അതിലെ വയലൻസിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ആ സിനിമ തമിഴ് സിനിമയാണ്, അതിവിടെ വന്നിരുന്നെങ്കിൽ ആളുകൾക്ക് ഈ പരാതി ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു ആളുകളുടെ മനസ്സിലുള്ളൊരു സാധനം ഉണ്ട് അതിനകത്ത്. അതിപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു സിനിമ തമിഴിൽ നിന്ന് വരുമ്പോൾ നമ്മളോടൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള സിനിമ വേണ്ടേ എടുക്കാൻ ഉള്ളതാണ്. രജനീകാന്ത് അഭിനയിച്ച ഒരു സിനിമയിൽ ഇടിച്ചു പിഴിഞ്ഞ് ആസിഡിലൂടെ ഒഴിക്കുന്ന രംഗങ്ങളുണ്ടല്ലോ, അന്നേരം അതിനെയൊന്നും എതിർക്കുന്നില്ല എന്ന് അഭിപ്രായമുണ്ടോ? അത് മലയാളികളുടെ ഒരു ഇത് തന്നെയാണ്. അന്യഭാഷയൊക്കെ ആണെങ്കിൽ അത് ഓക്കെയാണ്, മലയാളമാണെങ്കിൽ അത് പാടില്ല എന്നുള്ളതാണ്. ഈ അന്യഭാഷാ ചിത്രങ്ങൾ കേരളത്തിൽ കൂടുതൽ കളക്ട് ചെയ്യുന്നു, അന്നേരം നമ്മുടെ മലയാള സിനിമകൾ അതിനനുസരിച്ച് കളക്ട് ചെയ്യാത്തൊരവസ്ഥയുണ്ടോ?
അന്യഭാഷാ ചിത്രങ്ങളുടെ കളക്ഷൻ ഇപ്പോൾ കുറച്ച് കുറവാണ്. ഇപ്പം അധികം പഴയതുപോലെ ഉള്ളൊരു സംഭവം വരുന്നില്ല. ഇപ്പോൾ പുഷ്പയൊക്കെ പുഷ്പ ഇവിടെ വലിയ സക്സസ് ആണ്, എന്നാലും ഒരു എടുത്ത പൈസയൊക്കെ കിട്ടിയെന്നുള്ളതല്ല, അതൊരു വലിയ അവിടെയൊക്കെ അത് വലിയ ഹിറ്റാണത്. പുഷ്പ ഇതൊന്നും ഇവിടെ വന്നിട്ടില്ല. പുഷ്പയെക്കുറിച്ച് തന്നെ അവിടുത്തെ ഒരു സ്കൂൾ അധ്യാപിക പരാതി പറഞ്ഞത് ആ സിനിമ അവിടുത്തെ കുട്ടികളുടെ സ്വഭാവത്തെ തന്നെ മോശം പ്രവണതയിലേക്ക് നയിച്ചു എന്നാണ്. ഞാൻ വായിച്ചു. അല്ല, അത്തരം സംഭവങ്ങൾ ഇപ്പോൾ സിനിമയ്ക്ക് മൊത്തത്തിൽ, ഇപ്പോൾ ദക്ഷിണേന്ത്യൻ ഭാഷ എടുത്തു കഴിഞ്ഞാൽ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ അക്രമവും വയലൻസും എല്ലാം വളരെയധികം കൂടുതൽ ഉള്ളടക്കത്തിൽ പ്രതിപാദിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? ഉണ്ട്. സിനിമയിൽ അങ്ങനെ മൊത്തത്തിൽ വയലൻസ് ആണല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പണ്ട് ഒന്നും നമ്മുടെ ചെറിയ കാലത്തൊന്നും ഇങ്ങനത്തെ വയലൻസ് ഒന്നും കേട്ടിട്ടില്ല. ഒരു ചെറിയ സംഭവം തന്നെ എന്തൊരു വാർത്തയായിട്ടാണ് പത്രങ്ങളിലൊക്കെ വരുന്നത്. അപ്പം അങ്ങനെയല്ല, അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു നല്ല പരിധി വരെ എനിക്ക് തോന്നുന്നു ലഹരിയുടെ ഉപയോഗം തന്നെയാണ് എന്നുള്ളത്. ഇടയ്ക്ക് ഒരു വലിയ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ രണ്ട് വർഷം മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ ലഹരി സിനിമയ്ക്കകത്തും ലഹരിയുടെ ഒരു സ്വാധീനമുണ്ട്, അതിനെ നേരിടണമെന്നും ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു. ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ ഉണ്ടോ? സിനിമയിൽ ലഹരി കൂടിയോ കുറഞ്ഞോ? സിനിമയ്ക്കുള്ള കൂടിയോ കുറഞ്ഞോ ഇല്ല എന്നുള്ളത് നമ്മളിത് കാണും. ലഹരി എന്തായാലും സിനിമയിലുണ്ട്. അത് അന്ന് 2 വർഷം മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞാണ്. മറ്റെല്ലാ മേഖലയിലും ഉള്ള പോലെ സിനിമാക്കാർ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നത്. അതിനകത്ത് കുറച്ച് ആൾക്കാർ, അത് എല്ലാവരെയും എന്ന് പറയാൻ പറ്റും, വളരെ കുറച്ച് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അവരെ കൊണ്ട് ഷൂട്ടിങ് തടസ്സപ്പെടുന്നു എന്നാണ് നമ്മൾ അന്ന് പരാതിപ്പെട്ടത്. താമസിച്ച് വരിക, വരാതിരിക്കുക, എങ്ങോട്ടെങ്കിലും പോവുക, പറയാതെ പോവുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴാണത്. അന്ന് അതിൽ ചില പ്രമുഖ യുവനടന്മാർ ഉൾപ്പെട്ടിരുന്നു, ഉണ്ടായിരുന്നു. അന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വളരെ ഒരു ശക്തമായ നിലപാടെടുത്തു. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെ? ഇപ്പോൾ അത് കൂടിയോ കുറഞ്ഞോ? അത് ഞങ്ങളുടെ ഇടയിൽ ഗുണമുണ്ടായിട്ടുണ്ട്. കുറച്ച് കുറഞ്ഞു എന്ന് വെച്ചാൽ ലഹരി ഉപയോഗം കുറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ ഡിസിപ്ലിൻ വലിയ കുഴപ്പമില്ലാത്ത വിധത്തിലായിട്ടുണ്ട് ആ സമയം അത് വന്നതിന് ശേഷം കുറച്ചൊക്കെ. അല്ല, എന്നാലും സെറ്റിൽ ലഹരി ഉപയോഗിച്ച് വരുന്നവർ ഇപ്പോഴും ഉണ്ടോ? ഉണ്ടാവും. നമുക്കിത് കള്ളുപിടിച്ചിട്ട് വന്നാൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് നമുക്കറിയില്ലല്ലോ. അത് പ്രവണത യുവതലമുറ നടന്മാർക്കിടയിലാണ്, ന്യൂ ജനറേഷൻ ആക്ടേഴ്സിലാണ് കൂടുതൽ. ആയിരിക്കും, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് നടന്ന നടിയെന്നുള്ള വ്യത്യാസം. ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേര് അല്ലാത്തവരുണ്ട്. അപ്പം നമ്മളിത് പറയുമ്പോൾ എല്ലാവരുടെയും കൂടെ ഇതായിപ്പോവും. ഇത് വിരലിലെണ്ണ അല്ലെങ്കിൽ വളരെ ഒരു ചെറിയ ശതമാനം ആൾക്കാർ മാത്രമാണ് ഉള്ളത്. നടന്മാർ മാത്രമാണോ നടിമാർ? ഉണ്ടാവുമായിരിക്കും. എനിക്ക് വ്യക്തമായിട്ട് അറിയും. നമുക്കിപ്പോൾ ഒരാൾക്കും ഞാൻ പറഞ്ഞില്ലേ കണ്ടുപിടിച്ച് ഇന്നാരാണെന്ന് പറയാൻ എളുപ്പമുണ്ടല്ലോ. നമുക്കൊരാളെ സംശയമുണ്ട്, ഞങ്ങൾക്ക് എന്നെ സംശയം ഉണ്ടെങ്കിൽ സംശയം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്കൊരു ഇതായിട്ട് പറയാൻ പറ്റും. സെറ്റുകളിൽ പരിശോധന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഉണ്ടായിട്ട്. സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ ഒരു കമ്മിറ്റി, ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി വേണം സ്ത്രീകൾക്ക് നേരെയുള്ള അട്രോസിറ്റീസ് എതിർക്കാനൊക്കെ. അങ്ങനെ ഒരു സംഭവം സർക്കാർ നിർദ്ദേശിച്ചിരുന്നല്ലോ. ഓരോ സിനിമയും രൂപീകരിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീകളുടെ ഉള്ള പരാതികൾ നോക്കാനുള്ള ഒരു കമ്മിറ്റി അതുണ്ട്. അത് എല്ലാ സിനിമകൾക്കും അതുണ്ട്. അത് 2022 മുതൽ ഗവൺമെൻറ് ഓർഡർ അന്ന് മുതലുള്ള എല്ലാ സിനിമകളിലും അത് രൂപീകരിക്കുന്നുണ്ട്. അതിൻ്റെ ആരൊക്കെയാണ് അതിൻ്റെ ബോർഡ് മെമ്പേഴ്സ് എന്നുള്ളതെല്ലാം അവർ യുവാനിലും മറ്റേതിലൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, ഒരു നിയമാവലിയുണ്ട്, അതനുസരിച്ച് അത് ചെയ്യുന്നു. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഒരു വലിയ കോളിളക്കം തന്നെ ഉണ്ടായി. മലയാള സിനിമാ നിർമ്മാണത്തെ പോലും അത് ബാധിച്ചു എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ പല നടന്മാർക്കും എതിരെ പോലീസ് കുറ്റപത്രം നൽകുന്നുണ്ട്, പ്രമുഖരായിട്ടുള്ള ആൾക്കാർ. അതൊക്കെ സിനിമയിലെ ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുത്തിയോ അതോ എന്തെങ്കിലും നിർമ്മാണത്തെ മൊത്തത്തിൽ ബാധിച്ചോ? എന്താണ്? ഒന്നും ബാധിച്ചിട്ടില്ല. ഇല്ല, ഒന്നും ബാധിച്ചിട്ടില്ല. സിനിമ നല്ല രീതിയിൽ സിനിമ നിർമ്മാണത്തിനൊന്നും അത് യാതൊരു കാരണവശാലും ഇത് ഈ വാർത്തകളെല്ലാം കൂടെ വന്ന് ജനത്തിനിടയിൽ എന്തെങ്കിലും ഒരു ഇത് ആളുകളെ കുറിച്ച് ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ അതിനകത്ത് ഒട്ടുമുക്ക കാര്യങ്ങളും സത്യമല്ലാത്തതും അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കതൊരു അന്വേഷണത്തിരിക്കുന്നതാണ് അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ലെങ്കിലും നമുക്ക് വായിക്കുമ്പോൾ ഒരു സാധാരണ കാരണം എന്നല്ലേ നമുക്ക് മനസ്സിലാവുമല്ലോ അതിനകത്തൊരു വാസ്തവം എന്താണെന്നുള്ളതെന്നുള്ളത്. ഇപ്പം സിനിമയ്ക്കുള്ളിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സ്ത്രീകളുടെ ഒരു സംഘടന ഉണ്ട്. അവരോട് സഹകരിക്കുന്നുണ്ടോ നിർമ്മാതാക്കളോ അല്ലെങ്കിൽ സംഘടനകളോ? നമുക്ക് ഒരു കുഴപ്പമില്ല, സഹകരിക്കുന്നുണ്ട്. ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടല്ലോ, അതിനകത്ത് അവരുമായിട്ട് ചേർന്നുള്ള ഈ കമ്മിറ്റിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അതിന് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ താങ്കൾ ഒരു നിർമ്മാതാവാണ്. ഈ വിഷയത്തിലൊക്കെ വളരെ ശക്തമായി പ്രതികരിച്ച ഒരു നടിയാണ് പാർവതി തിരുവോത്ത്. അവർക്ക് നല്ല സിനിമകൾ പോലും കിട്ടുന്നില്ല മലയാളത്തിൽ. അവരെ പൂർണ്ണമായിട്ടും കോർണർ ചെയ്യുന്ന ഒരു സ്ഥിതി മലയാള സിനിമയിൽ സംജാതമായിട്ടുണ്ട്. അതായത് ബോൾഡായിട്ട് അഭിപ്രായം പറയുന്ന ആൾക്ക് നല്ല അവസരമില്ല, അത് അവരെത്ര അതുല്യ നടിയായിട്ട്. എന്തായിരിക്കും ഇതിന് കാരണം? നിർമ്മാതാക്കളുടെ സൈഡിൽ നിന്ന് തന്നെ ഒരു തടസ്സമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ തന്നെ ഒരു കഥ അവരെ കേൾക്കാനായിട്ട് അടുത്ത സമയത്ത് അവരെടുത്ത് പറഞ്ഞവർ എവിടെ യാത്രയിലാണ് കേൾക്കാമെന്ന് പറഞ്ഞ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത സുഹൃത്തായ വേറൊരു നിർമ്മാതാവാണ് അനീഷ്.
അനീഷം തോമസ്, അദ്ദേഹത്തിൻ്റെ പടത്തിൽ അവരാണ് നായിക. ആ. അപ്പം നമ്മൾ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ എൻ്റെ സെക്രട്ടറിയായി ഞാനൊരു കഥയായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞേക്കാം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് പ്രൊഡ്യൂസർമാർക്കൊന്നും അവർക്ക് മറ്റവർക്കുണ്ടെന്നല്ല, അങ്ങനെ ആർക്കും ഉണ്ടായിട്ട് എൻ്റെ അറിവിലില്ല. ഇല്ല, നിർമ്മാതാക്കൾക്ക് എതിർപ്പില്ല, പക്ഷേ അഭിനേതാക്കൾക്കാണോ എതിർപ്പ് അവരോട്? പ്രത്യേകിച്ച് അറിയില്ല, നടന്മാർക്ക് നമുക്കില്ല, അവരല്ലല്ലോ, ചിലപ്പം അതിനെപ്പറ്റി അറിയില്ല. നമുക്കാരും അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ആരെയും ഒതുക്കാനായിട്ട് പലരും അതിലൊന്നും ഇടപെടാറ് പോലുമില്ല. വല്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അക്രമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സിനിമയിലെ അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങൾ, അതിനെക്കുറിച്ച് ആദ്യമായിട്ട് മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിച്ച സിനിമയിലെ ഡയലോഗുകൾ വളരെ വൾഗറാണെന്ന് തുറന്നു പറഞ്ഞ ആൾ കൂടിയാണ് പാർവതി തിരുവോത്ത്. അന്ന് അവർക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായി. പക്ഷേ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവസരങ്ങൾ തീരെ കുറവല്ലേ? അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എൻ്റെ കാര്യം വെച്ചാൽ അവർ ചൂസ് ചെയ്യുന്നതാണോ അതോ അവരങ്ങനെ പറഞ്ഞ അവർക്ക് അവസരം നഷ്ടപ്പെടുന്ന അവർ പറഞ്ഞായിട്ട് തോന്നുന്നില്ല എനിക്ക്. അവർക്ക് തമിഴ് സിനിമയോ മറ്റൊക്കെ ഉണ്ടായിട്ടാണ് എൻ്റെ അറിവ്. ഇപ്പം ജൂണിൽ സമരവുമായി മുന്നോട്ട് പോകാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ട്. പ്രധാനമായിട്ടും ഏതാണ്? അതായത് ഞങ്ങളുടെ ഡബിൾ ടാക്സ് എന്ന് പറയുന്ന സംഭവം. ഡബിൾ ടാക്സ് മീൻസ് GST അല്ലാതെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് GST വന്നതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് ഏർപ്പെടുത്തിയൊരു സംഭവമാണ്. അത് ഇവിടെയും തമിഴ്നാട്ടിലും മാത്രമേ ഉള്ളൂ. അതൊരു വലിയ ആ എൻ്റർടൈൻമെൻറ്റ് ടാക്സിലും GST കൊടുക്കണം. അപ്പം GST ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഉണ്ട്. ആ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് വാങ്ങിക്കുന്ന പൈസയ്ക്കും GST അടയ്ക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്, അതൊന്ന് മാറ്റി കിട്ടണം. പിന്നെ തിയേറ്ററുകളിലെ ഇലക്ട്രിസിറ്റിയുടെ വലിയ താരിഫാണ് അവർക്ക്. അത് വെച്ചിട്ട് അവർക്ക് ഒരു തരത്തിൽ മുതലാക്കാൻ പറ്റില്ല, മറ്റുള്ള ഇൻഡസ്ട്രി പോലെ അല്ല. അപ്പോൾ അതിനകത്തൊക്കെ ഉള്ള വ്യത്യാസം ഗവൺമെൻറ്റുമായിട്ട് ഇക്കാര്യത്തിൽ ചർച്ചയുണ്ടോ? ഇപ്പം മിനിസ്റ്റർ ചർച്ച വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിലൊക്കെയുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സിനിമ നിർത്തിവെച്ച് സമരം ചെയ്യുന്നതുകൊണ്ട് ആർക്കാണ് നഷ്ടം? ഒരു നിരവധി പരാതികൾ എല്ലാ സംഘടനകളും കൊടുത്തു. തിയേറ്ററുകാർ, അവരുടെ പ്രൊഡ്യൂസർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിനകത്തൊരു അനുഭാവപൂർണമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ. മലയാള ചലച്ചിത്ര നിർമ്മാണം ഇപ്പം വളരെ സുഗമമായ ഒരു പ്രക്രിയയാണോ? അല്ല 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 എന്തുകൊണ്ടായിരിക്കും? ബിസിനസ് വളരെ കുറവാണ്. അതായത് ഇപ്പോൾ തിയേറ്റർ ബിസിനസ് മാത്രമായി. മറ്റേത് സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് OTT വന്നു. സാറ്റലൈറ്റ് റൈറ്റ് ഇപ്പോൾ ഇല്ല. ഇല്ല, ഒരു കച്ചവടവും ഇപ്പോൾ ഇല്ല. ഓഡിയോ സിനിമകൾ വാങ്ങുന്നു. ഓഡിയോ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇതൂടെ കിട്ടും എന്നുള്ളത് മാത്രമേ. ഇപ്പോൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ വാങ്ങുന്ന പ്രവണത പരിപാടി OTT-കാരും ഇല്ല. റയറായിട്ടുള്ള പടങ്ങളും എല്ലാം വാങ്ങിച്ചാലേ, അല്ലാതെ ഇല്ല. അതുപോലെ തന്നെ മലയാള സിനിമ നിർമ്മിക്കുക എന്നുള്ള താരങ്ങളുടെ പ്രതിഫലം അതൊരു വലിയ പ്രശ്നമാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയായ ശ്രീ സുരേഷ് കുമാർ പലവട്ടം പറയുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? സെക്രട്ടറി തീർച്ചയായിട്ടും അത് സുരേഷ് കുമാർ പറഞ്ഞത് 100% കറക്റ്റായ കാര്യമാണ്. അതായത് റെമ്യൂണറേഷൻ അതായത് എന്ത് വർദ്ധിച്ചാലും എല്ലാം റെമ്യൂണറേഷൻ കൂട്ടും, കുറഞ്ഞാൽ കുറയ്ക്കില്ല. അതായത് OTT ഒരു വലിയ നിലയിലേക്ക് OTT ഭയങ്കര പൈസ കൊടുത്ത് വാങ്ങാനുള്ള വന്നപ്പോൾ എല്ലാവരും ഭയങ്കരമായി റെമ്യൂണറേഷൻ കൂട്ടി. ആ ബിസിനസ് നിന്നപ്പോൾ കുറയ്ക്കാൻ ആരും തയ്യാറല്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ താരങ്ങളുടെ പ്രതിഫലം ഇപ്പോൾ എല്ലാ താരങ്ങൾക്ക് എന്നും അവസരം ഉണ്ടാകണമെന്നില്ല. ഒരാളൊരു സ്റ്റാറായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയും അവരുടെ ചിത്രങ്ങൾ കാണാൻ തിയേറ്ററിലേക്ക് ഇരമ്പി കയറുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അതൊരു ഓവർ എ പീരീഡ് ഓഫ് ടൈമാണ്. ആ സമയത്ത് അവർക്ക് റേറ്റ് കൂട്ടാൻ അവർക്ക് അർഹതയില്ലേ? റേറ്റ് അവർ കൂട്ടുന്നതിനൊന്നും കുഴപ്പമില്ല. കൂട്ടുന്നതിന് ഒരു പരിധി വേണമെന്നുള്ളതേ പറയുന്നുള്ളൂ. അതായത് ആ പൈസ കളക്ട് ചെയ്യണ്ടേ. പല നടന്മാരുടെയും ഞാൻ പറഞ്ഞ ഏറ്റവും മേൽത്തട്ടിലുള്ള അതിന് താഴെയുള്ളവർ പോലും വളരെ വലിയ പൈസയാണ് വാങ്ങിക്കുന്നത്. അവരെ വെച്ചിട്ട് പടം ചെയ്താൽ ആ പൈസ എങ്കിലും അവർക്ക് കൊടുക്കുന്ന പൈസ പോലും തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള സ്റ്റാർഡം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. മലയാള സിനിമയിൽ ഇപ്പോൾ ഒരു നടൻ വാങ്ങിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എത്ര രൂപയാണ് അറിയാമോ? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിക്ക് അത് ഓരോ സിനിമ അനുസരിച്ചിരിക്കും. ഞാനത് എന്നാലും കോടികളാണോ? അപ്പോൾ തീർച്ചയായിട്ടും കോടികളാണ്. എല്ലാവർക്കും ഒട്ടുമുക്കാലും ആൾക്കാർക്കും കോടികളായി ഇപ്പോൾ. അതാണ് സ്ഥിതി. 25 കോടി നിൽക്കും ഒരാളെ അഭിനയിപ്പിക്കാൻ. അതിനടുത്തൊക്കെ വരും. അല്ല, യുവതലമുറയിലെ താരങ്ങളും പ്രതിഫലം കൂട്ടുകയാണ്. പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ആർക്കും കുറവൊന്നുമില്ല. 2 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പൈസ കൂട്ടുകയാണ്. അപ്പം എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് എന്തിനാണ് വേറെ ആളെ വെച്ച് ചെയ്തുകൂടെ എന്ന് വെച്ചാൽ, നമ്മളൊരാളെ ഒരു പടത്തിൽ ഒരു ഹീറോ ഉള്ളവർ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ഉള്ള പടത്തിൽ ഒരു നല്ലൊരു വേഷം കൊടുത്ത ഒരാളെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അയാൾക്ക് ആ പൈസ കുറച്ച് കൊടുത്താൽ മതിയായിരിക്കും. ആ പടത്തിൽ അയാളൊന്ന് നോട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സിനിമയ്ക്ക് അയാൾ ചോദിക്കുന്നത് കോടികളാണ്. നമ്മൾ
സിനിമ എടുക്കുമ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ വേണം, സ്റ്റാർ വേണം സിനിമയ്ക്ക്, ഇല്ലെങ്കിൽ ആരും തിയേറ്ററിലോട്ട് വരാനുള്ളത് കുറയും. അപ്പോൾ നമുക്കിത് ആവശ്യമാണ്, ആവശ്യമല്ല എന്നല്ല, പോപ്പുലറായിട്ടുള്ള ആൾക്കാർ വേണം. പക്ഷെ അവർ നമുക്ക് വിറ്റുവരവ് അനുസരിച്ചല്ലേ അവർക്ക് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവരോട് ഇത് കുറയ്ക്കണമെന്ന് ആവശ്യം. ഇപ്പം തന്നെ നിർമ്മാതാക്കളുടെ റോള് നടന്മാർ തന്നെ ഏറ്റെടുക്കുന്ന കാലമല്ലേ? പല നടന്മാരും അവരുടേതായ നിർമ്മാണ കമ്പനിയും അതിലേതിന് അവരുടേതായ ടീം, ഇപ്പോൾ ക്യാമറ ടീം അല്ലെങ്കിൽ എല്ലാ മേഖലയിലും ലിറിക്സ് ആണെങ്കിലും സംഗീതമാണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും എല്ലാം ഒരു കോക്കസായി മാറിയിട്ടുണ്ട്. കുറച്ചൊക്കെ അല്ല അങ്ങനെ. ഇപ്പം നേരത്തെ പണ്ട് കാലം മുതലേ നിർമ്മാണം മോഹൻലാൽ അദ്ദേഹത്തിന് നിർമ്മാണം ഉണ്ടായിരുന്നു, മമ്മൂട്ടി അദ്ദേഹത്തിന് നിർമ്മാണം ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട്. അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യുന്നതാണ്. കൂടുതൽ നടന്മാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസയാണ്. അവർ നിന്നിട്ട് ആ പൈസ വാങ്ങി ചെയ്യുന്നതാണ് കൂടുതൽ നടക്കുന്നത്. ടെക്നീഷ്യൻസും അത് തന്നെയാണ്. ഇൻവെസ്റ്റേഴ്സ് ഇല്ലാത്തത് വളരെ കുറവാണ്. ഇപ്പോൾ പണ്ട് ശ്രീകുമാരൻ തമ്പി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പണ്ട് നിർമ്മാതാക്കളായിരുന്നു സൂപ്പർ സ്റ്റാർ, എന്ന് നിർമ്മാതാക്കളുടെ സ്ഥാനം നഷ്ടമായോ അതോടുകൂടി മലയാള സിനിമയുടെ അപജയവും തുടങ്ങിയിരുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇതൊക്കെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളാണത്. പറഞ്ഞ കാലഘട്ടമല്ല ഇപ്പോൾ, അതിൻ്റെ വ്യത്യാസങ്ങളാണ്. ഇപ്പോൾ മമ്മൂട്ടിയെ മോഹൻലാലിനെ മാറ്റി നിർത്തിയാൽ സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയിൽ തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയുന്ന യുവതാരങ്ങളിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത്? ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഞാൻ ഒരാളുടെ പേരായിട്ട് അല്ല. അപ്പോൾ പിന്നെ പൃഥ്വിരാജുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, അങ്ങനെ ആ ഒരു നിര തന്നെ ഉണ്ട്. ടൊവിനോ, ആസിഫ് അലി തുടങ്ങിയ നിരവധി ആൾക്കാരുണ്ട് അതിനകത്ത്. ഇവരൊക്കെ വലിയ റേറ്റാണോ ചോദിക്കുന്നത്? അവരുടേതായ ഒരു വലിയ റേറ്റ് എന്ന് പറയാൻ അവർ എല്ലാവർക്കും പൈസ കൂടുതൽ തന്നെയാണ്, അങ്ങനത്തെ സംശയമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അനുസരിച്ച്, അപ്പോൾ അത് ചിലരൊക്കെ ഓരോ സിനിമയ്ക്ക് അനുസരിച്ച് കുറച്ച് കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇല്ലയെന്ന് പറയില്ല, കുറച്ച് പേരൊക്കെ. യുവതലമുറയിലെ എല്ലാ നടന്മാരും വളരെ കഴിവുള്ളവരും ശ്രദ്ധേയരുമാണ്. അവരിൽ ഈ ഭഗത് ഫാസിൽ എന്നുള്ള നടൻ, അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് ഭാഷയിലും അഭിനയിച്ച് നല്ല ശ്രദ്ധേയമായ, ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടില്ല എങ്കിലും തമിഴിലടക്കം വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യുന്നു. ഭഗത് ഫാസിലിനെ കുറിച്ചുള്ള അഭിപ്രായം തന്നെ കമലഹാസൻ അടക്കം പറയുന്നത് ഇന്ത്യയിലെ നല്ല ലോകത്തിലെ തന്നെ മികച്ച നടൻ്റെ ഒരാളെന്നാണ്. അദ്ദേഹത്തിന് പക്ഷേ മലയാളത്തിലധികം സിനിമകളില്ലേ, അതോ പുള്ളി സ്വയം തീരുമാനിക്കുന്നു? മലയാള സിനിമ ചെയ്തുകൊണ്ടിരിക്കുക, സമയമില്ലാത്തതുകൊണ്ടാവണം. കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക് പുള്ളി ചെയ്യുന്നുണ്ട്, കുറേ പടങ്ങൾ വരുന്നുണ്ടല്ലോ. പുതിയ താരങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ നടന്മാർക്ക് അവസരം കുറവാണോ ഈ സിനിമയിൽ കയറിപ്പറ്റി? അതായത് ഇവരെല്ലാം അവരുടേതായ ഒരു സാമ്രാജ്യം പണിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. അത് ഒരു തെറ്റായ ധാരണ. അതായത് പുതിയ ആൾക്കാർ ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ഒരു വലിയ സ്റ്റാറായിട്ട് ഇപ്പോൾ വരുന്നു. അങ്ങനെ ഓരോരുത്തർ അവരുടെ കഴിവ് തെളിയിച്ച്, ആസിഫ് അലി നേരത്തെ ഉള്ള ആസിഫ് അലി കുറേ കാലമായിട്ട് ഹീറോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പം കുറേ കൊണ്ട് വളരെ മേളിലാണ്, നല്ല ആക്ടറുമാണ് അദ്ദേഹം. ഇപ്പോൾ കുഞ്ചാക്കോ ബോബനെ എടുത്തു കഴിഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു കഴിഞ്ഞ കുറേ ചിത്രങ്ങൾ എല്ലാം ഏറെക്കുറെ തിയേറ്ററിൽ വലിയ രീതിയിൽ വിജയം നേടുക. ആ ഒരു നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച വളരെ വലുതല്ലേ? അതെ, തീർച്ചയായും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മമ്മൂട്ടി മോഹൻലാലോ കഴിഞ്ഞാൽ അടുത്ത ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്നതാണ് ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. ലഹരിക്കെതിരെയുള്ള പ്രമേയമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ലഹരിക്കെതിരെയുള്ള പ്രമേയങ്ങൾ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ചിത്രങ്ങൾ പോലും അതിഭയങ്കരമായ വയലൻസ് കാണിക്കുന്നു. അത് ഇപ്പോഴത്തെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി വരുന്നതാണ് എന്ന് പറഞ്ഞാണ് ഇത് ചെയ്യുന്നത്. അത് ഒരു പരിധിവരെ കറക്റ്റാണ്. അത് അങ്ങനെ മറ്റു സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമ വളരെ പുറയിലായിപ്പോൾ, ഇല്ലെങ്കിൽ ഈ സിനിമ മറ്റേ സിനിമ കണ്ടു നോക്കുന്ന നമ്മുടെ ഈ കുറ്റം പറയുന്ന പ്രേക്ഷകർ തന്നെ പറയും. തമിഴിൽ ആ സിനിമയിലെ ഇത് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്തോ ആണ് എന്നുള്ളത് ചോദിക്കുന്നത് കൊണ്ടാണ് ശരിക്കും. സിനിമയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്തെങ്കിലും വർക്ക്ഷോപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യും. അങ്ങനെ ഒരു ചലച്ചിത്ര രംഗത്തെ സംഘടനകൾ തമ്മിൽ പൊരിഞ്ഞ അടിയാണോ ഇത്? സാധാരണ നമ്മളിപ്പോൾ ഒരു ക്ലബ്ബോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളുണ്ടാവും. ഇത് വാർത്തകൾ പത്രത്തിൽ വരുന്നത് കൊണ്ടാണ് ഇത് വലിയ അടിയായിട്ട് പോകും. അല്ല, പത്രക്കാരുടെ കുഴപ്പമൊന്നുമല്ല, വാർത്തകൾ വരുന്നത് കൊണ്ട് നമ്മളെല്ലാവരും അറിയുന്നു. സാധാരണ എല്ലായിടത്തും ഇപ്പോൾ ഒരു റെസിഡൻസ് അസോസിയേഷൻ തന്നെ 2 ഗ്രൂപ്പ്, അതിൽ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളൂ. ഇതെല്ലാവരും സൗഹൃദമുള്ള ആൾക്കാർ തന്നെയാണ്. പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലാകുകയും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അമ്മ ഒരു വഴിക്ക്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വേറൊരു വഴിക്ക്. ആരുടെ ഈഗോയാണ് മുന്നിൽ?
ഈഗോയുടെ പ്രശ്നമല്ല. ഞങ്ങളുടെ കാര്യം പറഞ്ഞു, അവർ അത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അതിനകത്ത് പറ്റിയിരിക്കുന്നത്. ഏത് കാര്യത്തിലാണ് കറക്റ്റായിട്ട് എടുക്കാത്തത്? അതായത് ഞങ്ങൾക്കിപ്പോൾ ഒരു മീറ്റിംഗ് നടത്തി, ഞങ്ങൾ എല്ലാ സംഘടനകളെയും വിളിച്ചു. അതിൽ അമ്മയെ വിളിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. എന്തുകൊണ്ടാണ് അതിനകത്ത് വിളിക്കാൻ ഞാൻ തൊട്ട് മുമ്പ് അവരെ ഞങ്ങൾ വേറൊരു റെമ്യൂണറേഷൻ സംബന്ധിച്ച് ഞങ്ങളൊരു കത്ത് എഴുതി. ഞങ്ങൾക്ക് അതിനൊരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണല്ലോ ഈ പൈസ കൊടുക്കുന്നത്, അഡ്വാൻസ്. പിന്നെ അതിനകത്ത് ഒരു മാറ്റം വേണം. അതായത് റിലീസിന് മുമ്പ് ആക്കണം ഒരു ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറഞ്ഞാൽ. കാര്യം നേരത്തെ ഒരു സിനിമ ഞങ്ങൾ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് ഒരു സാറ്റലൈറ്റോ അല്ലെങ്കിൽ ഡിജിറ്റലോ വല്ലതും എഗ്രിമെൻ്റ് സൈൻ ചെയ്താൽ ഉറപ്പായി ആ പൈസ. അപ്പോൾ പിന്നെ ആ പൈസ അത് ഒരു അഡ്വാൻസ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താം. ഇപ്പോൾ ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും, ഒറ്റ രൂപ പോലും. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്രീ രഞ്ജിത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു പടം നടന്നു. അത് തന്നെ ഒരു ബിസിനസ്, ഇപ്പോഴാണ് എന്താ ഓഡിയോ ബിസിനസ് കണ്ടായത്. അപ്പോൾ അതങ്ങനെ നടക്കുള്ളൂ. എല്ലാ സിനിമയും, ഒരു സിനിമയെന്നല്ല, എല്ലാ സിനിമയും അത് കഴിഞ്ഞേ പറ്റുള്ളൂ. കാര്യം മറ്റ് ബിസിനസ്സൊക്കെ പിന്നേ നടക്കുകയുള്ളൂ. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ ആയെങ്കിലും അതെല്ലാം പിന്നെ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പേയ്മെൻറ്റ് മുഴുവൻ പൈസയും നമ്മൾ കൊണ്ടുവരേണ്ടി വരുന്നു. അപ്പോൾ ഈ ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന പൈസയിൽ ഒരു തുക റിലീസിന് മുമ്പാക്കണം. അല്ലാതെ അവരാവശ്യപ്പെടുന്ന മൊത്തം തുക ആദ്യമേ കൊടുക്കണം. അല്ല, നമുക്ക് ഡബിങ്ങിന് ആണ് എല്ലാം പണ്ട് കാലം മുതലുള്ള സെറ്റിൽമെന്റ്. ഡബ് ആദ്യം ഒരു അഡ്വാൻസ് തുക കൊടുക്കും. അഡ്വാൻസ് കൊടുക്കും, 1-2 പ്രാവശ്യമായിട്ട് ഇടയ്ക്ക് പൈസ കൊടുക്കുക. ലാസ്റ്റിലെ പൈസ എന്ന് പറയുന്നത് ഡബ് ചെയ്യുമ്പോഴാണ് കൊടുത്തോണ്ടിരുന്നത്. അതെ, ഡബിങ് കഴിയുന്ന ദിവസം ആ പൈസ കൊടുക്കുക, ഫുൾ സെറ്റിൽ ചെയ്യുകയാണ്. അത് ഒരു എമൗണ്ട് ഇൻസ്റ്റാൾമെന്റ് റിലീസിന്റെ അവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ളതാണ് നിങ്ങൾ തിയേറ്ററിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ. അത് അവർ അംഗീകരിക്കുന്നില്ല. അത് അവർ അംഗീകരിച്ചിട്ടില്ല. പണ്ട് ഈ ഡബ്ബിങ്ങിന് മുമ്പ് പൈസ തന്നില്ലെങ്കിൽ ഡബ്ബിങ് അല്ലെങ്കിൽ മുമ്പ് തന്നെ വിഗ് വലിച്ചെറിയുന്ന നടന്മാർ വരെ മലയാള സിനിമയിലുണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന്റെ അവസാന രംഗം ഈ പൈസ മൊത്തം തന്നില്ലെങ്കിൽ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ തന്നെയായിരുന്നു. ഡബ്ബിങ്ങിന് മുമ്പ്, അല്ല ഡബ്ബിങ് അല്ല, ലാസ്റ്റ് സീന് മുമ്പ് വിഗ് വലിച്ചെറിയും. അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം അവർ എടുക്കുന്ന ഒരു എഫേർട്ട്, അവർക്ക് ആദ്യമേ പൈസ ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു കണ്ടീഷൻ ഉണ്ട്. നമുക്കൊരു എഗ്രിമെൻ്റ് ഉണ്ട് അവരുമായിട്ട്. ഇന്ന സമയത്ത് ഇത്ര പെർസെൻറ്റേജ് കൊടുക്കാൻ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അത് ലാസ്റ്റ് എന്ന് പറയുന്നത് ഡബിങ് സമയത്താണ്. ലാസ്റ്റിൻ്റെ കാര്യത്തിലാണ്. സിനിമ വിജയിക്കുന്നതിൽ അതിൻ്റെ ലാഭനഷ്ടങ്ങളിൽ അഭിനേതാക്കൾക്ക് ഒരു പങ്കുമില്ല. പക്ഷെ അവരെ ആശ്രയിച്ചായിരിക്കുമല്ലോ പലപ്പോഴും സിനിമ ഓടുന്നതും പരാജയപ്പെടുന്നതും. അതെ അല്ലേ? അവരെ ആശ്രയിച്ച് വലിയ പൈസ മുടക്കെടുക്കുന്ന സിനിമ പലതും വിജയിക്കാതെ വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാര്യം എന്ന് വെച്ചാൽ നേരത്തെ വിജയിച്ചില്ലെങ്കിലും മറ്റ് ബിസിനസ്സുകൾ നടന്ന് നമുക്കത് കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് പറ്റുന്നില്ലാത്തൊരവസ്ഥയായതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ആവശ്യം അവർ നിരാകരിച്ചു. അതേ തുടർന്നാണ് അവരെ ഈ കൂട്ടായ നിരാകരിച്ചതുകൊണ്ടല്ല, നിരാകരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു അഡ്വോക്കേറ്റ് കമ്മിറ്റിയാണ്, ഞങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞു. ജനറൽ ബോഡിക്ക് കൂടിയാലേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് അവരെ വിളിക്കാതിരുന്നത്. അപ്പോൾ അവർ വലിയ പരാതി ഉന്നയിച്ചപ്പോൾ അതാണ് അവരുടെ ഒരു മെയിൻ പരാതി, അവരെ വിളിച്ചില്ല എന്നുള്ള. പിന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ അംഗീകരിക്കില്ല എന്നുള്ളതാണ് അവർ. അതുപോലെ തന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓരോ സിനിമയുടെ ലാഭനഷ്ടം ഓരോ മാസത്തെ കണക്ക് പുറത്തു വിടുന്നുണ്ട്. അതൊരു ശരിയായ പ്രവണത അല്ലെന്നും അവർ വാദിക്കുന്നില്ലേ? ഒരു സിനിമ എത്ര രൂപ കളക്ട് ചെയ്തു എന്നുള്ളത് അറിഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം. അത് കുഴപ്പമില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പടം ഇത്രേ കളക്ട് ചെയ്തുള്ളൂ എന്നുള്ളത് അവരുടെ ഇതിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡ്യൂസർക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത്. നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ കണക്ക് പുറത്തു വിടുമ്പോൾ ഒരു താരത്തിന്റെ സ്റ്റാർഡത്തിന്റെ മൂല്യം കൂടെ വെളിയിൽ വരുന്നു എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ അവർക്ക് ഉണ്ടാവും. അതാണോ അവരുടെ എതിർപ്പിന് കാരണം? അതിനവർ പരസ്യമായിട്ട് എതിർപ്പ് പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാ മാസവും ഇപ്പം കണക്ക് പുറത്തു വിടുകയാണോ? ഇല്ല, ഞങ്ങളിപ്പോൾ ഒരു മാസമല്ലേ ആയുള്ളൂ, അടുത്ത മാസം വരുന്നതേ ഉള്ളൂ. ഏതായാലും സ്റ്റാർ അഭിനയിച്ചാലും അല്ലെ സൂപ്പർ സ്റ്റാർ അഭിനയിച്ചാലും നല്ല ഉള്ളടക്കം അല്ലെങ്കിൽ സിനിമ വിജയിക്കൂ? ഇല്ല. പണ്ടൊക്കെ ആണെങ്കിൽ സിനിമ സൂപ്പർ സ്റ്റാർ അഭിനയിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു ഇനീഷ്യൽ പുള്ള് വരുമായിരുന്നു. ഇപ്പോൾ അതുണ്ടോ? ഇല്ല. സൂപ്പർ സ്റ്റാറിന്റെ സിനിമയ്ക്കുണ്ട് ഇനീഷ്യൽ പുള്ളുണ്ട്. പക്ഷേ ഉള്ളടക്കം മോശമാണെങ്കിൽ പെട്ടെന്ന് വീഴും. എല്ലാ സിനിമയും നമ്മൾ കാണാൻ തയ്യാറാവുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. സിനിമ കൊള്ളാമെന്നെല്ലാം നോക്കിയിട്ടേ പോവുള്ളൂ. ആൾക്കാർ സെലക്റ്റീവ്. സൂപ്പർ സ്റ്റാർസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഫസ്റ്റ് ഡേ ഒക്കെ ആൾ വരാൻ സാധ്യതയുള്ളൂ. ഇപ്പം മറ്റേത് വളരെ കുറച്ച് ആൾക്കാർ വന്ന് പടം കൊള്ളാമെങ്കിൽ ആണ് നല്ല രീതിയിൽ പോകുന്നത്. ഇപ്പോൾ മലയാളത്തിൽ എടുക്കുന്ന സിനിമകൾ, മലയാളം ഒരു ചെറിയ മേഖലയാണ്, അവിടെ എടുക്കുന്ന സിനിമയുടെ ബഡ്ജറ്റ് ഇത്ര ആയില്ലെങ്കിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ പ്രയാസമാണെന്ന് പണ്ട് പറയായിരുന്നു. പക്ഷേ ഇപ്പം മാർക്കമൊക്കെ വിവിധ ഭാഷകളിലേക്ക് പോവാണ്. അന്നേരം അത് ആ ഒരു പ്രശ്നം മാറിയില്ലേ?
മലയാളത്തിന്റെ റീച്ച് കൂടിയോ കുറഞ്ഞോ? ഒരു വർഷം എത്ര സിനിമകൾ അങ്ങനെ പോകും? 2 or 3 സിനിമകൾ, 4 സിനിമകൾ അങ്ങനെ പോകും. അങ്ങനെ വലിയ ബഡ്ജറ്റിൽ എടുത്ത് എത്രയോ പടങ്ങൾ എങ്ങും ഓടാതെ പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ അത്രയും വലിയൊരു റിസ്ക് എടുക്കാൻ ഞാൻ പറഞ്ഞത്, നേരത്തെ ആണെങ്കിൽ ഒരു ബിസിനസ് നടന്നൊരു നമുക്കൊരു ഇൻകം വരുമായിരുന്നു. ആ ഇൻകം ഉണ്ടെങ്കിൽ ചെറിയ ലോസേ ഉണ്ടാവുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, മുഴുവൻ പൈസയും പോവുകയാണ്. അങ്ങനെ പാപ്പരായിട്ടുള്ള ഒരുപാട് നിർമ്മാതാക്കളുണ്ടോ? ഉണ്ട്. താങ്കൾക്ക് സിനിമയിൽ നിർമ്മാതാവായിരുന്നല്ലോ, താങ്കൾക്ക് സിനിമയിൽ നിന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭമോ നഷ്ടമോ? ലാഭമില്ല എന്നുള്ള കാര്യം ഉറപ്പ് പറയാം. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഒന്നിൽ നഷ്ടം വന്നാൽ ഒന്നിൽ ലാഭം കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പോകുന്നു. എന്തായാലും കുഴപ്പമാണെന്ന് ഞാൻ പറയില്ല. എനിക്കങ്ങനെ വലിയ കുഴപ്പം വന്നാൽ വലിയ നഷ്ടം വന്നിട്ടില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അതിന് എത്ര രൂപ ബഡ്ജറ്റ് വേണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള പരിപൂർണ അവകാശം അതിൻ്റെ നിർമ്മാതാവിനില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ എമ്പുരാൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ നടത്തിയ ഒരു കമൻറ്റ് വലിയ വിവാദമായി. അത് അദ്ദേഹം ഒരു ഓൺലൈൻ, അതായത് അദ്ദേഹം അത് പറഞ്ഞത് ശരിയായില്ല എന്ന് പുള്ളി തന്നെ പറഞ്ഞു. കാര്യം ഒരു ഓൺലൈൻകാർ ചോദിച്ചപ്പോൾ പുള്ളി ഇത്രയായി എന്ന് പറഞ്ഞു. അത് അവർ തമ്മിൽ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അത് ആ പടത്തിൻ്റെ ബിസിനസ്സിനെയൊക്കെ ബാധിക്കുമെന്ന് ആൻ്റണി പറഞ്ഞു. അത് വിഡ്രോ ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്നുണ്ടായ വിഡ്രോ ചെയ്തു. ആന്റണി പെരുമ്പാവൂർ ഒരു ഭാഗത്തും മറുഭാഗത്ത് സുരേഷ് കുമാറുമായിട്ട് ചേർന്നുണ്ടായ വിവാദം മൊത്തത്തിൽ ഈ സംഘടനയ്ക്കെല്ലാം ഒരു പേരുദോഷം ഉണ്ടാക്കിയോ ഇല്ലേ? കാരണം ഒരു ഭാഗത്തേക്ക് ആൾക്കാർ സംഘടിച്ചില്ലേ, ഓരോ ഭാഗത്തേക്കും മൊത്തത്തിൽ പേരുദോഷം ഉണ്ടാകാനുള്ള കാരണമായി അത് എന്നുള്ളത്. അതായത് ഒരു അനുകൂലിച്ചും എതിർത്തും പരസ്പരം സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നു. അതെ. പക്ഷേ അതിൽ വളരെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടത് ശ്രീ മോഹൻലാലായിരുന്നു. അതായത് നല്ല സിനിമയ്ക്ക് വേണ്ടി നമ്മൾക്കെല്ലാം ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞു. അത് പക്ഷേ ആന്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടും കൂടെ ആയിരുന്നു. അതിന് ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ചു. സുരേഷ് കുമാർ മോഹൻലാൽ വളരെ അടുത്ത സുഹൃത്തുക്കളല്ലേ? എല്ലാവരും വളരെ സുഹൃത്തുക്കളാണ്. ആന്റണി ഞങ്ങളുടെ മെമ്പറാണ്. ഞങ്ങളുടെ അസോസിയേഷൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ആളാണ്. നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു പോസ്റ്റ് അയാൾ ഇട്ടു. അത് പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു. ഞങ്ങൾ ഫിലിം ചേംബർ ആവശ്യപ്പെട്ടു, അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു. അത് അതിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം ഈ സംഘടന ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഈ താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിനെ എതിർക്കേണ്ട കാര്യമുണ്ടോ? താരങ്ങൾ, അതൊക്കെ വാർത്തയിൽ വന്ന തെറ്റിദ്ധാരണ. അതായത് ചില താരങ്ങൾ അവരുടെ സിനിമകൾ അവർ തന്നെ എല്ലാ സിനിമയും അവർ നിർമ്മിക്കുക. അപ്പോൾ അവർ സ്റ്റാർ ആകാനായിട്ട് കാശ് മുടക്കി നഷ്ടപ്പെട്ടതും ഉണ്ടാക്കിയതുമായ ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവർ പൈസ മുടക്കി അല്ലല്ലോ ഇവർ സ്റ്റാർ ആകുന്നത്. ഒരാൾ സ്റ്റാർ ആകുന്നതിന് ഒരുപാട് നിർമ്മാതാക്കൾ കാശ് മുടക്കിയിട്ടുണ്ട്. അവർ സ്റ്റാർ ആയപ്പം ഞാൻ മാത്രമേ എല്ലാം നിർമ്മിക്കുകയുള്ളൂ എന്ന് പറയുന്നിടത്താണ്. അല്ലാതെ താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിന് ഞങ്ങളാരും എതിര് പറഞ്ഞിട്ടില്ല. അങ്ങനെ പരിപൂർണ്ണമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഏതെങ്കിലും താരങ്ങളുണ്ടോ? ഉണ്ട്. ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. 2-3 പേരുണ്ട് എന്തായാലും. ഏറ്റവും പ്രമുഖർ ഏറ്റവും പ്രമുഖരൊന്നുമല്ല. ഏറ്റവും പ്രമുഖർ ഇവിടെ 2-3 പേരാണ്. മോഹൻലാൽ, സുരേഷ് ഗോപിയാണ്. അല്ല, അദ്ദേഹമൊക്കെ വെളിയിൽ പടം ചെയ്യുന്നുണ്ട്. അതിനകത്തൊക്കെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ആളാണ്. ശ്രീ മോഹൻലാലായാലും ഒക്കെ അങ്ങനെ. ഞാൻ അവരെ അല്ല പറഞ്ഞത്. കാരണം താഴെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവരുടെ പടങ്ങൾ അവർ മാത്രമായിട്ട് നിർമ്മിക്കുകയാണ്. അതൊരു നല്ല നടപടിയല്ല എന്നുള്ളത്, അതിനെക്കുറിച്ചാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് വളരെ ആ സംഘടന ഉള്ളപ്പോഴും ഇല്ലെങ്കിലും ശ്രീ നിർമ്മാതാക്കൾ എന്ന് പറയുന്നതായിരുന്നു ഒരു സിനിമയുടെ. ഇപ്പോൾ മലയാളത്തിൽ നോക്കിയാൽ ഉദയ സ്റ്റുഡിയോ, അല്ലെ മെരിലാൻഡ് സുബ്രഹ്മണ്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നവോദയ, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസുകളുടെ പേരുകളുള്ള സംസ്ഥാനമായിരുന്നു കേരളം. ഇപ്പം നിർമ്മാതാക്കളുടെ സംഘടനയെ പോയിട്ട് നിർമ്മാതാക്കളല്ല ഒരു തടപൊഴിഞ്ഞ സിംഹമായോ? ഒരിക്കലുമില്ല. അത് നിർമ്മാതാക്കളുടെ സംഘടനകളെ ചില നിർമ്മാതാക്കളുടെ കുഴപ്പം. കാര്യം എന്ന് വെച്ചാൽ ഇവർ ആരും നിർമ്മാതാക്കളുടെ തോളിൽ കയറാൻ വരുന്നവരാരും അല്ല. ഒരു ടെക്നീഷ്യൻ, എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ ഒരു പരാതിയും ഒരു ടെക്നീഷ്യനെ കുറിച്ചോ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചോ, എൻ്റെ സിനിമയിൽ മിക്കവാറും ആർട്ടിസ്റ്റുകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എനിക്ക് അവരെക്കുറിച്ച് പരാതിയില്ല. കാര്യം അവർ നമ്മളുമായിട്ട് സഹകരിച്ച് പോകുന്നവരാണ്. ഈ ഒന്നും അറിയാൻ വയ്യാതെ എവിടെ നിന്നെങ്കിലും കുറേ പൈസ കൊണ്ടുവന്ന് ചെയ്യുന്ന പടങ്ങളാണ് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ കയറി മേയുന്നത്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കയറി കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്ടർ കയറി. ഞാൻ ഇവരെ ആരും കൺട്രോൾ ചെയ്യാൻ പോയിട്ടില്ല, അവർ എന്നെ കൺട്രോൾ ചെയ്യാനും വന്നിട്ടില്ല. അത് വളരെ സൗഹൃദമായിട്ട് തീർന്നിട്ടുള്ളതാണ് ഞാൻ ചെയ്തത്. അതായത് സിനിമ അറിയിക്കാതെ ഇതിന്റെ പ്രലോഭനത്തിൽപ്പെട്ട് വരുന്ന ഒരു വിഭാഗം. അതെ, അങ്ങനെ വരുന്നവരിപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം എനിക്കറിയാവുന്ന സുരേഷ് കുമാർ സിനിമ ചെയ്യുന്നത് ഞങ്ങൾ എപ്പോഴും അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അറിയാം. എൻ്റെ രഞ്ജിത്ത്, ആൻഡോ, ക്രിസ്റ്റിനെ, ഇവരുടെയൊക്കെ സിനിമകൾ നമുക്കറിയാവുന്നതാണ്. കാര്യം വെച്ചാൽ സുഹൃത്തുക്കളായതുകൊണ്ട് എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഈ പറയുന്ന പോലെ വിലയില്ലാതെയോ അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ കയറി നിരങ്ങോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ആരും ചെയ്യാറില്ല. നമ്മളും അങ്ങോട്ട് ചെയ്യാറില്ല. ഇതൊരു സൗഹൃദമായിട്ട് പോകുന്നതാണ്. ഇങ്ങനെ സിനിമ എടുക്കാൻ വരുന്നവരെ ഗൈഡ് ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിന് അസോസിയേഷൻ തുടക്കം ഇട്ടില്ലായിരുന്നു.
ഗൈഡ് ചെയ്താൽ ആരും കേൾക്കാൻ തയ്യാറല്ല. അല്ല, നമ്മളൊരു ആളൊരു സിനിമ എടുക്കാൻ വരുമ്പോൾ നമ്മൾ അവരോട് പറയുകയാണ് ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുമോ, ഇപ്പോൾ ബിസിനസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട എന്നുള്ള രീതിയിലുള്ളതാണ്. അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞില്ലെങ്കിൽ അതാണ് അവരുടെ ഉദ്ദേശം. ഇപ്പം ഇങ്ങനെ പെട്ടെന്നൊരു പ്രലോഭനത്തിൽ സിനിമ എടുക്കാൻ വരുന്നവർക്ക് പിന്നിൽ സിനിമ വിജയിക്കുകയോ പെടുമോ എന്നുള്ളതിനേക്കാൾ ചില പ്രത്യേക ലക്ഷ്യങ്ങളുമില്ലേ? പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കാണിച്ചിട്ടുള്ള അടക്കമുള്ള ചില വിഷയങ്ങൾ താല്പര്യരായിട്ടില്ല ഇവരൊക്കെ. എന്ന് പറയാൻ പറ്റില്ല. കാരണം ചില നല്ല ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഓടും, അതായത് ഞാൻ ഇത് കേട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇത് ഭയങ്കരമായിട്ട് ഓടും എന്നൊക്കെ അവർ വിചാരിക്കുകയാണ്. പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനും സിനിമ വന്ന സാഹചര്യം എന്ന് വെച്ചാൽ എനിക്കും ഭയങ്കരമായിട്ട് എങ്ങനെ സിനിമ ചെയ്യണം എന്നുള്ള വീട്ടിൽ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്താണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. അതുപോലെ വരണമെന്ന് തീരുമാനിച്ച ആൾ സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, എന്തായാലും ഇതിലെങ്ങനെയെങ്കിലും വന്നിരിക്കും, അങ്ങനെ വരുന്നവരായിരിക്കണം. കാര്യം നേരത്തെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടക്കാതെ ജോലി തേടി വിദേശത്ത് പോയി കുറേ കാശുണ്ടാക്കി, അപ്പോൾ ഒരു സിനിമ ചെയ്യണം എന്ന് തീരുമാനിച്ച് വരുന്നവരാണ്. പോയാലും പോട്ടെ എന്നുള്ളതാണ് പലരുടെയും നിലപാട്. ഇപ്പോൾ മലയാളത്തിൽ ഒരു സിനിമ വിജയിപ്പിക്കാൻ ഏതെങ്കിലും ഒരു നടൻ മാത്രം വിചാരിച്ചാൽ കഴിയൂ? ഇല്ല, നല്ല കഥ വേണം, നല്ല സംവിധായം വേണം, എല്ലാവരും ഉണ്ടെങ്കിലേ പറ്റൂ. ദാരിദ്ര്യം കഥയ്ക്കാണ്. ഏതാ കഥയ്ക്കും അങ്ങനെ ദാരിദ്ര്യമൊന്നും ഇല്ല. എന്ന് വെച്ചാൽ എങ്ങനത്തേതാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ളതാണ് ഇരിക്കുന്നത്. കഥയൊക്കെ ആവശ്യമുണ്ട്, അത് ഓടുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ച്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോമഡി ചിത്രങ്ങൾ, ഇപ്പോൾ ശ്രീനിവാസനെ പോലുള്ള ഒരാൾ സജീവമല്ലാതായതും ഒക്കെ അത് വലിയ രീതിയിൽ മലയാള സിനിമയ്ക്ക് ബാധിച്ചിട്ടില്ലേ? ഉണ്ട്. അദ്ദേഹത്തിനെ പോലൊക്കെ ഉള്ള ജീനിയസ് ആയിട്ടുള്ള ആയിരുന്നുവല്ലോ അവരൊക്കെ ചെയ്ത സിനിമകൾ ഇപ്പോഴും നമ്മൾ ടി വിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അവർക്ക് പുതിയ ആൾക്കാർ വരണം. പുതിയ ആൾക്കാരൊന്നും മോശക്കാരൊന്നും അല്ല, നല്ല ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ മക്കൾ തന്നെ വളരെ മിടുക്കന്മാരാണല്ലോ. അവിഭാജ്യ ഘടകമായി മാറി. പണ്ടൊക്കെ ഈ നിർമ്മാതാവിനൊരു നഷ്ടം വന്നാൽ, ഇപ്പോൾ പ്രേം നസീറിനെ കുറിച്ചൊക്കെ ശ്രീകുമാരൻ നമ്പി പറയാറുണ്ടായിരുന്നു. അതായത് അവർ ആ നിർമ്മാതാവിന് അടുത്ത കാൾ ഷീറ്റ് ഉടനെ കൊടുക്കും, അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ രീതിയിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന നടന്മാരുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഉള്ളവരുണ്ടോ? കുറവാണ്. അപ്പോൾ ഒരു സിനിമ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരു സിനിമ എടുത്ത് തകർന്നാൽ പിന്നെ അടുത്ത സിനിമ എടുക്കാൻ വലിയ പാടാണ്. എങ്കിലും സഹകരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ അടുത്തിടെ ഒരു സിനിമ പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ ഹീറോ ആളുടെ അടുത്ത പടം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ടോവിനോയാണ് അദ്ദേഹം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു 2024 മൊത്തം നഷ്ടം എത്ര കോടിയാണ് മലയാള സിനിമയുടെ? 2024 100 കോടി രൂപയോളം നഷ്ടപ്പെട്ടു. അന്നേരം ഈ കുത്തുവാള എടുത്ത് ഈ രംഗം ഇടേണ്ടി വന്ന നിർമ്മാതാക്കളുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. നടന്മാരുടെ കാര്യമാണ് നമ്മൾ കൂടുതലും സംസാരിച്ചത്. നടിമാരുടെ പ്രതിഫലം ഏത് രീതിയിലാണ്? അവരുടെ കുറച്ച് പേരുടെ മാത്രമേ വലിയൊരു എമൗണ്ട് വരുന്നുള്ളൂ. എന്തായാലും ഒരു 50 ലക്ഷം രൂപ 1-2 പേരുണ്ട് അതിന് മേളിലുള്ള. 1 കോടി വാങ്ങിക്കുന്ന നടിയുണ്ടോ? 1 കോടിക്കടുത്തൊക്കെ വാങ്ങിക്കുന്ന നടി മഞ്ജു വാര്യർ ഉണ്ട്. മഞ്ജു വാര്യർ എമൗണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ലേഡി സൂപ്പർ സ്റ്റാർ ഇവരൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ മഞ്ജുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സിനിമ അതിൽ ഒരു കഴിഞ്ഞ വർഷം ചെയ്തൊരു സിനിമയിൽ കഴിഞ്ഞ 2 വർഷം ചെയ്ത സിനിമ മഞ്ജു അഭിനയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പൈസ കുറവാണ്, കുറച്ച് തരണമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ചേട്ടൻ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത്രയാണ് തരുന്നത്, മതി, സന്തോഷമായിട്ട് അവർ വാങ്ങിച്ചിട്ട് പോയി. കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അവരൊക്കെ. സെറ്റിൽ ആയമാർ ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിവാരങ്ങളുമായിട്ട് വരുന്ന നടിമാരുണ്ടോ? അവർക്ക് അങ്ങനെ സൗകര്യം ചെയ്ത് കൊടുക്കണം, ഇങ്ങനെ സൗകര്യം ചെയ്ത് കൊടുക്കണം. കുറച്ചൊക്കെ ഉണ്ട്. കുറേ നടിമാരുടെ ഭാഗത്തുനിന്ന് വലുതായിട്ട് കുഴപ്പം പിടിച്ചവരാരും അങ്ങനെ അധികം ഇല്ല. എന്നാലും പുതിയതായിട്ടൊക്കെ അന്യഭാഷയിൽ നിന്ന് വരുമ്പോഴാണ് അത് കൂടുതലായിട്ട് വരുന്നത്. എങ്കിലും ഇവരുടെയൊക്കെ പൈസ ശരിക്കും ഇവർ കൊടുക്കണമെന്നാണ് നമ്മളുമായിട്ടുള്ള കരാറ്. അതായത് ആർട്ടിസ്റ്റുകളുടെ കൂടെ വരുന്നവരുടെ റെമ്യൂണറേഷൻ അവർ കൊടുക്കണമെന്നുള്ളതാണ് കരാറ്. തീർച്ചയായിട്ടും അങ്ങനെ അവരുടെ സൗകര്യത്തിനാണല്ലോ. അപ്പോൾ എല്ലാവരും കൊണ്ടുവരുന്നില്ലല്ലോ, എല്ലാ ആൾക്കാരും കൊണ്ടുവരുന്നുണ്ട്, കൊണ്ടുവരാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവർ കൊണ്ടുവരുന്നവരുടെ എല്ലാം പൈസ പ്രൊഡ്യൂസർ തന്നെ കൊടുക്കണമെന്ന് പറയുന്നത് ശരിയല്ല, കൊടുക്കണ്ട എന്നുള്ളതാണ് അവരുമായിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ എഗ്രിമെൻറ്റിൽ തന്നെയുണ്ട്. എങ്കിലും പലരും ആ പൈസ പ്രൊഡ്യൂസറെ കൊണ്ടാണ് കൊടുപ്പിക്കാറുള്ളത്. ശരി. ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഈ സെറ്റിൽ സ്ത്രീകൾക്ക് ഒരു പാരിറ്റി അല്ലെങ്കിൽ അവർക്ക് കാരവൻ വലിപ്പച്ചെറുപ്പമില്ലാതെ കൊടുക്കണം, അവർക്ക് അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾ നിറവേറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം മലയാള സിനിമയുടെ ചിത്രീകരണ വേളയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും മാറ്റം സ്ത്രീ സൗഹൃദമായിട്ടുണ്ടോ?
സ്ത്രീ സൗഹൃദം അല്ലാതെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം വെച്ചാൽ ഈ ആളുകൾ പറയുന്നത് പോലെ അല്ല. കാരവാൻ എന്നൊക്കെ പറയുന്നത് ഒരു ലിമിറ്റിലെ ഒരു സ്ഥലത്ത് ഇടാനൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഇത് ചിത്രീകരിക്കുന്നതിൻ്റെ വെളിയിൽ തന്നെ എത്ര കാരവാൻ ഇടാൻ പറ്റും? 2 or 3 എണ്ണം. അപ്പോൾ അതിനകത്ത് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇടുന്ന കാരവാൻ സൂപ്പർ സ്റ്റാറുകൾക്ക് മാത്രമായി നൽകാതെ എല്ലാവർക്കും കൂടെ ഒരു അവസരം കൊടുക്കണ്ടേ? എല്ലാവർക്കും കൂടെ ഉള്ള കാരവാൻ ഉണ്ടാവും, എല്ലാ സെറ്റിലും ഉണ്ടാവും. കാര്യം അവർക്ക് ടോയ്ലറ്റിൽ പോകാനും ഡ്രസ്സ് മാറാനും ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടാവും. അല്ല എങ്കിൽ അതുപോലുള്ള റൂംസോ എല്ലാം ഉള്ള സ്ഥലത്ത് അത് അറേഞ്ച് ചെയ്യും. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏതെങ്കിലും രീതിയിൽ മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്തു എന്നെനിക്ക് അഭിപ്രായമില്ല. ദോഷം ചെയ്തെന്ന് അഭിപ്രായമുണ്ടോ? ദോഷം ചെയ്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ചീത്തപ്പേരുണ്ടാക്കാൻ സാധിച്ചു മലയാള സിനിമയ്ക്ക്. ചീത്തപ്പേരെന്ന് പറഞ്ഞാൽ പല നടിമാരും കൊടുത്ത മൊഴിയെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ മൊഴി എഴുതി വെച്ചല്ല മൊഴി പറയുന്ന, അതായത് മൊഴിയിൽ അവർ പരാമർശിച്ചിട്ട് പോയ പിന്നെ മാലാ പാർവതി തന്നെ പറയുന്നു. ഒരു സെറ്റിലുണ്ടായ ഒരു കഥ പറഞ്ഞാണ് അങ്ങനെ ഒരു കാര്യം നടന്നത്. ശരിക്കും അനുവാദം വാങ്ങിച്ചിട്ട് ചെയ്യേണ്ടിയിരുന്നു, അങ്ങനെയല്ല ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളും കോൺട്രാക്റ്റ് പറയണം എന്ന് പറയുന്നു. കഥയാണോ പറഞ്ഞത്? സംഭവം വിഷയമല്ലേ? അവരുടെ കയ്യിൽ ഒരു നടൻ പിടിച്ചു വലിച്ചു, അത് നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ അതിന് അവർക്ക് പരാതി ഉണ്ടായിട്ടല്ല, അവർ പറഞ്ഞ അങ്ങനെ ഒരു സീൻ എടുക്കുമ്പോൾ നേരത്തെ പെർമിഷൻ വാങ്ങിക്കണമെന്നാണ് മൊഴി കൊടുത്തത്. അതിന് കേസെടുത്തിരിക്കുന്നു. ആ കേസിനെ പാർവതി എതിർത്തല്ലോ. ആ കേസെടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ വലിയ ഒരു കലഹം ഈ അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, സംവിധായകർ, താരങ്ങൾ എല്ലാവർക്കും ഇടയിലുണ്ടോ? മലയാള സിനിമയിൽ ഒരു ഐക്യം നഷ്ടപ്പെട്ടോ? ഞങ്ങളുടെ തർക്കങ്ങളൊക്കെ പെട്ടെന്ന് തീരുകയും പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടു പോകുന്നവരാണ്. പരിഹരിക്കപ്പെടുകയും വീണ്ടും പെട്ടെന്ന് തുടങ്ങി. അതെ, സൗഹൃദത്തിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ വർഷം ഇപ്പോൾ 2025 നമ്മൾ സംസാരിക്കുന്നത്. ഈ വർഷത്തെ മലയാള സിനിമയുടെ ഒരു ഭാവി ശോഭനമാണോ? ശോഭനമാകട്ടെ എന്നാണ് പറയുന്നത്. ശോഭനമല്ല. ഇപ്പം നിലവിലെ സ്ഥിതി ഒരു സിനിമ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരാൾ ഒരു സ്റ്റാർ നമുക്കൊരു ഡേറ്റ് തന്നാൽ പോലും ഇമ്മീഡിയറ്റ് ചെയ്തു എന്ന് പറയുന്ന നല്ല കഥയും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അത് ചിത്രീകരിക്കാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഫിനാൻസിയേഴ്സ് പോലും, പണ്ടാണെങ്കിൽ എല്ലാവരും ഫിനാൻസൊക്കെ കാര്യം 10, 15, 20, 30 കോടി രൂപ വേണ്ടി വരുന്നതാണ്. ഇപ്പോൾ 20 കോടിയൊന്നും ഇല്ലാതെ ഒരു നല്ല സിനിമ ചെയ്യാൻ, ഒരു സ്റ്റാറുള്ള സിനിമ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ആ പൈസ മുഴുവൻ നമ്മൾ തന്നെ ചിത്രങ്ങളില്ല, കുറവാണ്. ലോ ബഡ്ജറ്റ് ചിത്രങ്ങൾ ഇപ്പോൾ എല്ലാവരുമായിട്ട് എല്ലാ ലാംഗ്വേജ് വരുന്ന പടങ്ങളുമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ. ഇപ്പോൾ ഈ വയലൻസൊക്കെ വരുന്നതൊന്നും ഈ ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഡയറക്ടറുടെയോ സ്ക്രിപ്റ്റ് റൈറ്ററുടെയോ കുറ്റമല്ല. അന്യഭാഷാ പടങ്ങളിലൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇവിടുത്തെ കുട്ടികൾ മോശക്കാരാവട്ടെ എന്ന് പറഞ്ഞിട്ടല്ല കത്തിയെടുത്ത് കുത്തുന്നതൊക്കെ. എങ്കിലും ഇതിന് കൺട്രോൾ വേണ്ടെന്നല്ല, എങ്കിലും അത് ചെയ്യുന്നത് ആ ഉദ്ദേശം അതുകൊണ്ടാണ്. വെബ് സീരീസിലേക്ക് ഇപ്പോൾ ഒരുപാട് മലയാള നിർമ്മാതാക്കൾ വരുന്നുണ്ട്. അതിനുള്ള ഒരു സാധ്യത എങ്ങനെയാണ്? OTT സീരീസ് ഇപ്പോൾ വന്നു തുടങ്ങിയതേ ഉള്ളൂ. അത് കുറേയൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ അടുത്ത് കണ്ടത് ശ്രീ രഞ്ജിത്തിൻ്റെ ഒരു വെബ് സീരീസ് ആണ്. വളരെ നന്നായി, നല്ല പ്രതികരണമാണ്, നന്നായിട്ട് പോകുന്നു. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നാണ് അതിൻ്റെ. ശരി. അതൊരു വെബ് സീരീസ് ഒരു നല്ലൊരു സാധ്യതയായി മാറുന്നുണ്ട്. പക്ഷേ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ വെച്ച് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റൂ? ഇല്ല, തിയേറ്റർ റിലീസിന് ഉദ്ദേശിച്ചല്ല, അവർ ഒരുമിച്ച് അത് ഇടുകയാണ് ചെയ്യുന്നത്. ശരി. അപ്പോൾ മലയാള സിനിമയുടെ ഭാവി ശോഭനമാവട്ടെ. എല്ലാ ആശംസകളും.